ഹായ് ഫ്രണ്ട്സ്, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മുഴുവൻ പേരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്സര പരീക്ഷകളിലെ കെമിസ്ട്രി എന്ന് പറയുന്ന വിഭാഗത്തിലെ കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തു നിന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മത്സര പരീക്ഷകളിൽ കോമ്പൗണ്ടിനകത്ത് നിന്ന് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നാണ് ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ, മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് 118 എലമെൻറ്റുകളുണ്ട്. ഒരുപോലുള്ള ആറ്റങ്ങളുടെ സമൂഹത്തെയാണ് നമ്മൾ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റുകൾക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സിജൻ ഒരു എലമെൻ്റാണ്. ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മുഴുവൻ ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കും. ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻ്റാണ് നമ്മൾ കരുതുക. ഇതിനകത്തിരിക്കുന്ന ആറ്റങ്ങളാണ് ഇതെല്ലാം. ഈ ഓരോ ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കും. അതെ, പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല. നല്ലൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം. എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയാത്ത ഒരാൾക്കും മത്സര പരീക്ഷയിൽ ഒരു 100 റാങ്ക് എങ്കിലും മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കും 100% പ്രയോജനകരമായിരിക്കും PSCtalks എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. എന്താ ഞാൻ പറഞ്ഞേ, ഒരു എലമെൻറ്റ് അതിനകത്തിരിക്കുന്ന മുഴുവൻ ആറ്റങ്ങളും ഒരുപോലെ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം, ഒരുപോലെയുള്ള ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു എലമെൻറ്റ്. അപ്പോൾ ഇത് ഓക്സിജൻ എന്ന് പറയുന്ന എലമെൻ്റാണ്. ഓക്സിജൻ അപ്പോൾ മുഴുവൻ ആറ്റങ്ങളും ഒരുപോലെയാണ്. ഇത് നോക്കണം, ഹൈഡ്രജൻ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ്. ഹൈഡ്രോജൻ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഓക്സിജനും ഇത് ഹൈഡ്രജനുമാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് എലമെൻറ്റുകളുടെ ആറ്റങ്ങളെല്ലാം ഡിഫറെൻറ്റ് ഷേപ്പും ഡിഫറെൻറ്റ് സൈസും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആറ്റങ്ങളെയൊക്കെ നമ്മൾ പിക്ക് ചെയ്ത് ഒരുമിച്ചാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളുടെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യിപ്പിച്ചുണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട്സ്. ഉദാഹരണത്തിന് ഇതിനകത്ത് നിന്ന് നമുക്ക് 2 ആറ്റങ്ങൾ എടുക്കാം. അപ്പോൾ 2 ആറ്റങ്ങൾ എടുത്തു. ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുക്കാം. അപ്പോൾ 2 ഹൈഡ്രജൻ എടുത്തു. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന H2, ഇതിൽ നിന്നൊരു ഓക്സിജൻ എടുത്തു, H2O. ഡിഫറെൻറ്റ് എലമെൻറ്റുകൾ, ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും പേരുള്ള എലമെൻറ്റുകളിൽ നിന്നും ആറ്റങ്ങളെ സംയോജിപ്പിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം, H2O എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്ന വാട്ടറാണ്. ഈ വാട്ടർ ഒരു കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. എന്തുകൊണ്ടാണ്? ഡിഫറെൻറ്റ് എലമെൻറ്റുകളുടെ ആറ്റങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് എലമെൻറ്റുകളുടെ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട്സ് എന്ന്. സോ വാട്ടർ ഈസ് എ കോമ്പൗണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം വാട്ടർ ഒരു കോമ്പൗണ്ട് ആണെന്ന് പറയാം. വാട്ടർ ഒരു കോമ്പൗണ്ട് ആണെന്ന് പറയാൻ കാരണം എന്താ? അതിനകത്ത് ഡിഫറെൻറ്റ് എലമെൻറ്റുകളുടെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വാട്ടർ ഒരു കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയും.